പ്രിയ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പ്രസിഡൻറ്റും ഒപ്പം HMSൻ്റെ ദേശീയ സെക്രട്ടറിയുമാണ്. കേരള പത്രപ്രവർത്തക യൂണിയനുമായിട്ട് അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമാണുള്ളത്. ബേജ് ബോർഡിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന സമയത്തും അല്ലാതെയും പലപ്പോഴും ഈ സംഘടനയെ പല സമയത്തും അദ്ദേഹത്തിൻ്റെ നിയമസഹായവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ സേവനവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കെല്ലാവരും അറിയാവുന്നതുപോലെ മുനമ്പം ഭൂമി വിഷയം ഗൗരവമായ ഒരു ചർച്ച സംസ്ഥാന തലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ളതിലുപരി മറ്റൊരു തലത്തിലേക്ക് മുനമ്പം കടന്നിരിക്കുന്നു. അത് കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇരുവശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുൻപ് മുനമ്പം ഭൂമി വിഷയത്തിൽ വളരെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവിടെ ഇടപെട്ടിരുന്നു. അദ്ദേഹം അന്ന് അവിടെ പോവുകയും സമര പരിപാടികളിൽ പങ്കെടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് അതിൻ്റെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയത്തിലും അദ്ദേഹം അവിടെ പോവുകയും അവിടെ ചില പരിപാടികളിൽ പങ്കെടുക്കുകയും ഉണ്ടായി. അപ്പോൾ അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഇതിൻ്റെ ചരിത്രവും പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കുന്നതിന് മാധ്യമപ്രവർത്തകരായ നമുക്കും താല്പര്യമുള്ളതിനാൽ ഇത്തരമൊരു പരിപാടി നമ്മളെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ളൊരു വേദി ഒരുക്കുകയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റും ഇവിടെ ചെയ്യുന്നത്. ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും ഇതോടുകൂടി ആദരവോടുകൂടി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നതുകൊണ്ടാണ് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് അല്പസമയം വൈകേണ്ടി വന്നത്. ഏതായാലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് രേഖകളുമൊക്കെ തരാൻ തയ്യാറാണ്. അദ്ദേഹത്തെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാ കാലത്തും നമ്മുടെ പുതിയ തെരഞ്ഞെടുപ്പ് കഴിയുന്ന അവസരത്തിൽ ഇതുപോലെ നമ്മളൊന്ന് ഒത്തുകൂടുകയും ഞാൻ ഏതെങ്കിലും വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ മധ്യേ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങളുടെയും പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾക്കറിയണമെന്ന് വളരെയേറെ ആഗ്രഹം കാണും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കത്തി നിൽക്കുന്ന ഒരു പ്രശ്നമാണല്ലോ മുനമ്പം പ്രശ്നം. ഇപ്പം ഞാൻ വരുന്നത് തന്നെ ഫാദർ യുജീൻ പരേര ഷവലിയാർ അദ്ദേഹവും നമ്മുടെ പാളയം ഇമാം മുഹിദ്ദീൻ ഡോക്ടർ അദ്ദേഹവും ഒരുമിച്ചുള്ള ഒരു ചടങ്ങ്, മുനമ്പം വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ പ്രശാന്ത് ഹോട്ടലിലോ ഹോട്ടലിൽ അവിടെ വെച്ച് സംഘടിപ്പിച്ചതിൽ പങ്കെടുക്കുകയായിരുന്നു. എന്നെ വിളിച്ചിരുന്നു. ആ യോഗം നടക്കുമ്പോഴാണ് ഇത്തിരി താമസിച്ചുപോയി, സമയം കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ മുനമ്പം പ്രശ്നത്തെ സംബന്ധിച്ച് ആദ്യം പറയാം. ഞാൻ ചെറിയ ഹാൻഡ് ഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാൻഡ് ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. എന്താ കൊടുത്തുകൂടേത്? അത് കഴിഞ്ഞിട്ട് മതിയായിരിക്കും അല്ലേ? ഹാൻഡ് ഔട്ടുണ്ട്, രണ്ട് ഹാൻഡ് ഔട്ടുണ്ട്. ഒരു വിഷയം അതാണ് ഞാൻ നിങ്ങളോട് സംവാദിക്കുവാൻ അല്ലെങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം, മുനമ്പം സമരത്തിൻ്റെ പ്രശ്നം. മറ്റൊന്ന് നമ്മളെ കൂടെ ബാധിക്കുന്ന പുതിയ 4 ലേബർ കോഡുകളുണ്ട്. ആ ലേബർ കോഡുകളെ കുറിച്ചുള്ള വിഷയം. ഈ 2 വിഷയം ഇതായിട്ട് വളരെ ചുരുക്കി ഞാൻ പറയാം. ഇപ്പം മുനമ്പം വിഷയം എടുക്കാം. മുനമ്പം വിഷയത്തിൽ എനിക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ ആ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്നതിനപ്പുറത്ത് ആ മുനമ്പം വിഷയത്തിനൊരു പശ്ചാത്തലമുണ്ട്. അത് 1960കളിലാണ്. 1960കളിൽ അവിടെ മുനമ്പം ഭൂസമരം നടന്നിരുന്നു. ആ മുനമ്പം ഭൂസമരം നടന്നത് അന്നത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. ഇന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുൻപുള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അന്ന് പട്ടംതാണുള്ള മുഖ്യമന്ത്രിയായിരുന്നു. പട്ടംതാണുള്ളയും കെ ചന്ദ്രശേഖരനും ഈ മുനമ്പം സന്ദർശിക്കുകയും മുനമ്പം പ്രശ്നത്തിൽ ഇടപെടുകയും അന്നത്തെ ആ പ്രശ്നത്തിന് ആ ദീർഘമായ സമരം നടന്നതിന് ശേഷം റവന്യൂ അതോറിറ്റികളുടെ ഇടപെടലുകളിലൊക്കെ കുറേ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും അന്ന് അവിടെ വസിച്ചിരുന്ന ആളുകളുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ അവിടെയുള്ളത് മിക്കതും.
അപ്പോഴാണ് ഇപ്പോഴീ സമരത്തിൻ്റെ രംഗം. ഞാൻ അവിടെ പോയിരുന്നു, സമരരംഗത്ത് പോയിരുന്നു. ഞാനവിടെ പോയി അവരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് ആ പഴയ സമരത്തിൻ്റെ ആളുകൾ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ച് പരസ്യമായിട്ട് തന്നെ ചോദിച്ചവർ അവർ അപ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് ഞാൻ അന്നത്തെ ചില ആളുകളുടെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു. അന്ന് അവിടെ ഫ്രാൻസിസ് വൈദ്യർ എന്ന് പറയുന്ന ഒരാളാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള നേതൃത്വം കൊടുത്തിരുന്നത്. ഉടനെ ഒരു സ്ത്രീ എഴുന്നേറ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മോൻ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുപോലെ ഓരോരുത്തരെയും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അന്ന് സമരം നടത്തിയിരുന്ന ആളുകൾ അവിടെ മുസൽമാനുണ്ടായിരുന്നു, മൊരമ്പോ ഹംസ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, MA ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആലുവ മുനിസിപ്പൽ മെമ്പർ ഉണ്ടായിരുന്നു, അതുപോലെ റാവുത്തർ ഉണ്ടായിരുന്നു. അങ്ങനെ റാവുത്തറും ഹംസയും ഇബ്രാഹിം കുട്ടിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഭൂസമരമായിട്ടാണ്, അതായത് കടലിൽ മത്സ്യബന്ധനം നടത്തുകയും കടലിൻ്റെ തീരത്ത് കടൽ വെച്ച ഭൂമിയിൽ താമസിക്കുകയും ആ കടൽ എടുക്കുകയും കടൽ വെക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ കടൽ വെച്ച ഭൂമിയിൽ തങ്ങൾക്ക് സ്ഥിരാവകാശം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൻ്റെ പിൻഗാമികൾ അവരാണ് ഇന്നവിടെ ഉള്ളത്. അതിൽ ഇപ്പോൾ ഈ സമരം നടത്തുന്നതിൽ ഈ സമരസമിതിയുടെ കൺവീനർ റോക്കി എന്ന് പറയുന്ന, ഞാൻ തന്നെ എൻ്റെ കൂടെ സഹകരിച്ച ആ മനമ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള റോക്കിയുടെ മകനാണ്, ബെന്നി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കഥകളൊക്കെ ഞാൻ ആ പന്തലിൽ അവരോട് പറഞ്ഞു. അവരിൽ ആരൊക്കെയുണ്ട്, അവരുടെ പിൻഗാമികളെന്ന് ചോദിച്ചു. ചിലർ എഴുന്നേറ്റ് നിന്നു, ഞങ്ങൾ ആ കുടുംബത്തിൽപ്പെട്ടതാണ്, ഈ കുടുംബത്തിൽപ്പെട്ടതാണ് എന്ന് പറയും. അത് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുമ്പം തന്നെ വേറെ ഒരു ആളവിടെ വന്നു. അതൊരു ടീമായിട്ടാണ് വരുന്നത്. അതിലൊരാൾ പ്രസംഗിക്കാൻ കയറി. അദ്ദേഹം വഖഫ് ബില്ലിനെ കുറിച്ചും അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഈ ഭൂമി വഖഫ് എന്നുള്ള നിലയിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ് വളരെ തീവ്രമായി സമരത്തെ പിന്താങ്ങിക്കൊണ്ട് പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതല്ലല്ലോ ഇതിൻ്റെ പശ്ചാത്തലം. ഇതിൻ്റെ പശ്ചാത്തലം ഇന്നതാണല്ലോ. ഇത് ഒരു ഭൂസമരമാണ്. അത് ഞാൻ അതുകൊണ്ട് പിറ്റേ ദിവസം നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വർഗീയവത്കരിക്കരുതെന്ന് പറഞ്ഞു. അവർ പ്രസ് ക്ലബ്ബ് അവിടുന്ന് ആ ന്യൂസ് ഫ്ലാഷ് ചെയ്തിരുന്നു. ഞാനത് ആ പ്രസ് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസരത്തിൽ തന്നെ വേറെ ഒരു കൂട്ടർ അവർ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് അവരെ പിന്താങ്ങുന്നു എന്നുള്ള നിലയിൽ പ്രസ് കോൺഫറൻസ്, അത് RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരാണ്. അപ്പോൾ ഇത് എനിക്ക് വളരെയേറെ ഇതെന്താണ് ഈ നടക്കുന്നത് എന്നുള്ളത് ഞാൻ നോക്കി. അപ്പോൾ ഇപ്രാവശ്യം ഫ്രണ്ട് ലൈൻ നിങ്ങൾ കണ്ടു കാണും ആരെങ്കിലുമൊക്കെ. ഫ്രണ്ട് ലൈൻ മാഗസിനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് വഖഫ് എന്നുള്ള വിഷയമാണ്. വഖഫാണ് ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന ഈ പ്രാവശ്യത്തെ ഇഷ്യൂ എൻ്റെ കയ്യിൽ ഉള്ളത്. അത് ഇറക്കിയിരിക്കുന്ന മുഴുവൻ ഫുൾ പേജ് ഫ്രണ്ട് ലൈൻ്റെ ഇഷ്യൂ. അപ്പോൾ വഖഫ് ഒരു ദേശീയ പ്രശ്നമായി അത് ആ അമെൻമെൻറ്റ് പാർലമെൻറ്റിൻ്റെ സെലക്ട് കമ്മിറ്റിയുടെ മുമ്പാകെ ഇരിക്കുന്നതുകൊണ്ട് അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനെ ബാധിക്കുമെന്നതുകൊണ്ട് ഇതിനെ അതുമായിട്ട് കൂട്ടിക്കഴിച്ച് ഒരു വർഗീയ ധ്രുവീകരണം, അത് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഒരു സംഘർഷ സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം അവിടെ ഇല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് അപകടകരമാണ്. ഏതായിരുന്നാലും ഇന്ന് ശുഭോദർക്കമായ പല സംഗതികളും ഉണ്ടായിരിക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട നേതാക്കന്മാർ ഇതിൻ്റെ നേതാക്കന്മാരെ കാണുകയും ബിഷപ്പന്മാരെ കാണുകയും ചർച്ച ചെയ്യുകയും അവർ ഈ പ്രശ്നത്തിന് നേരെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള അവബോധങ്ങളും ചർച്ചകളും നടത്തുകയും ഇതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്കും ഒരു വർഗീയ സമരത്തിലേക്കും നടത്തി. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ജീവൻ പ്രശ്നം മരണം, ജീവൻ മരണ സമരമാണ്. ആവാസ ഭൂമിയിൽ നിറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും സഹിക്കൂ? ഒരു മനുഷ്യന് നമ്മൾ കണ്ടിട്ടുള്ള ഭൂസമരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കണ്ണൻദേവ സമരം സോഷ്യലിസ്റ്റ് നടത്തിയ സമരമാണ്, ആവാസ ഭൂമിയുടെ സമരമാണ്. ചുരുളി കീരിത്തോട് സമരം ഞാൻ പോയി പങ്കെടുത്തിട്ടുള്ളതാണ്. ചുരുളി കീരിത്തോട് സമരം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് നടത്തിയ സമരമാണ്. മത്തായി മാഞ്ഞൂരാൻ, ജോൺ മാഞ്ഞൂരാൻ, MM തോമസ്. ആ MM തോമസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു, അവിടുന്ന് MLA ആയി. നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ദേശീയ അധ്യക്ഷനാണ്. കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിച്ചു വരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളുടെ നേരെ ഒരു സമീപന രീതിയുണ്ട്, ഒരു ഭൂപ്രശ്നം എന്നുള്ള നിലയിൽ.
ആവാസഭൂമിയുടെ പ്രശ്നം, കൃഷിഭൂമി കൃഷിക്കാരന്, ആവാസഭൂമി അവിടെ വസിക്കുന്നവന്, ഇത് സോഷ്യലിസ്റ്റുകളുടെ മുദ്രാവാക്യമാണ്. അപ്പൊ 1960 മൊനമ്പത്ത് സമരം നടന്നത് ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് ആ സമരം അവസാനിച്ചു. അന്ന് ആ സമരത്തിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ് UC കോളേജിൽ. അന്നത്തെ ISO എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതാവ് എന്നുള്ള നിലയിലാണ് ഞാനിവിടെ പോകുന്നത്. ഞാനിവിടെ പലവര് പോയി, അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി, പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആളുകളെ വിടുവിച്ചു. അതിന്റെ പാട്ടക്കാരന് അവകാശപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ, ഒരു കുഞ്ഞോടിയത്, അദ്ദേഹത്തിന് വീടിന് മുമ്പിൽ സത്യാഗ്രഹങ്ങൾ നടത്തി. ഫറൂഖ് കോളേജിന് കൊടുത്തു എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലം കുഞ്ഞോറിയത് എന്ന് പറയുന്ന ഇടനിലക്കാരൻ കൈകാര്യം ചെയ്യുന്നത്, അവിടെ കൃഷിക്കാർ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അത് മാറിയിട്ട് അത് വേറെ ഒരു തലത്തിലേക്ക് അത് വളരെ ഗൗരവമായി കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദം, നമ്മൾ ഒരുമിച്ച് വസിക്കേണ്ട ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തിൽ ഉണ്ടാക്കാവുന്ന വർഗീയ ചേരിതിരിവിന് ഇടയാക്കുമെന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വരുമ്പോഴും ഈ വിവരം നിങ്ങളോട് പറയണം. അത് ഈ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്, ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോഴാണ് ഇന്ന് പാളയം ഇമാമും അതുപോലെ ഫാദർ യൂജിൻ പെരേരയും പങ്കെടുത്തതിന് യോഗം ഇവിടുത്തെ സോഴ്സിസ്റ്റുകൾ ഹോട്ടൽ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്യന്തികമായി എന്താ വേണ്ടത്? മൊനമ്പം സമരം ഒത്തുതീർപ്പാക്കണം. അതിനെന്ത് ചെയ്യണം? കേരള സർക്കാർ അടിയന്തരമായി അവിടുത്തെ ബന്ധപ്പെട്ട കക്ഷികളുടെയും മറ്റാളുകളുടെയും സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അത് ഒരു ഭൂപ്രശ്നം എന്ന നിലയിൽ കണ്ടുകൊണ്ട് അവിടെ ആ ഭൂമി കൈകാര്യം ചെയ്തിരുന്ന, ഭൂമി വസിച്ചിട്ടുള്ള, ഭൂമി അവകാശപ്പെട്ടിട്ടുള്ള കുടിയിടപ്പുകാർക്കും കൈവശം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ അവിടുത്തെ അതിൻ്റെ ആവാസ ഭൂമിയിൽ ഒരുക്കുന്ന പാർപ്പിടം ഉള്ളവർക്കും കൊടുക്കണം. ഇതാണ് ആവശ്യം. ഇതിനെ വർഗീയവത്കരിക്കുന്നത് അപകടകരമാണ്. അതിൻ്റെ പിന്നിൽ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്, ഹിഡൻ അജണ്ടാസ് ഉണ്ട്. അത് ഒരു പക്ഷേ ഇന്ന് പാർലമെന്റ് സെലക്ട് കമ്മിറ്റിയുടെ മുമ്പിൽ, ജഗന്നമ്പ്യാവാലിന്റെ മുമ്പിൽ ഇരിക്കുന്ന വഖഫ് അമെൻമെന്റ് ബില്ലാകാം. അത്തരത്തിലൊരു കാഴ്ചപ്പാടോടുകൂടി ഈ പ്രശ്നം, മുനമ്പം പ്രശ്നത്തെ കാണരുത്. ഇതാണ് ആദ്യത്തെ പ്രശ്നം. മുനമ്പം പ്രശ്നത്തിൽ മുസൽമാൻ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് ഉണ്ടായിരുന്നു എന്നത് എൻ്റെ അനുഭവമാണ്. മുനമ്പം ഹംസ എന്ന് പറയുന്ന ആള് ഈ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഇതിന് മുൻപന്തിയിൽ MA ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. വെടിമറ റാവുത്തർ, ഷെയ്ഖ് റാവുത്തർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ എൻ്റെ കൂടെ വന്ന് അവിടെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. അവർക്ക് യാതൊരു ജാതി താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇതിന്റെ നിജാവസ്ഥ, വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദാനമാണ്. അതെന്താണ്? അത് ഇത് ഫറൂഖ് കോളേജിനെതിരായിട്ടാണ് സമരം നടത്തിയതിൽ ഒരു കക്ഷി ഫറൂഖ് കോളേജാണ്, മറ്റൊന്ന് അതിന്റെ പാട്ടക്കാരനാണ് വറീദ് എന്ന് പറയുന്ന ആളാണ്. അവർക്ക് രണ്ടുപേർക്ക് എതിരായിട്ടാണ് അന്നത്തെ സമരങ്ങൾ. അതിന്റെ തുടർച്ചയാണ് ഇത്. അതിന്റെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ മകനാണ് ഇപ്പോൾ ഈ സമരത്തിന് കൺവീനറായി നിൽക്കുന്നത്. അപ്പൊ ഇതൊരു ഭൂപ്രശ്നമാണ്. അത് ആ തരത്തിൽ കണ്ടുകൊണ്ട് അത് കൈവശം വെച്ചിരുന്നവരും അത് ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ആളുകൾക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് 1960 സമരത്തിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ, അന്ന് സോഷ്യലിസ്റ്റുകൾ നടത്തിയ സമരത്തിന്റെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഇന്ന് നടത്തുന്ന സമരത്തെ കാണണം. അത് മറ്റു തരത്തിൽ അതിനെ ശ്രദ്ധിക്കുന്നതിന് മറ്റ് താല്പര്യങ്ങളുണ്ട്. അത് മാറ്റിവെക്കണം. അത് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അത് കൈകാര്യം ചെയ്യണം. അതിൽ ഒരു കാര്യം കൊണ്ടുണ്ട്. കടല് ഭൂമി വെക്കും, കടല് ഭൂമി എടുക്കും. അപ്പൊ ഇപ്പൊ ഈ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ ഇത് ബാധിക്കുന്ന 611 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നത്. 415 ഏക്കർ സ്ഥലമാണ് വഖഫ് കൊടുത്തു ഫറൂഖ് കോളേജിനെന്ന് പറയുന്നത്. ഫറൂഖ് കോളേജിനാണ് വഖഫായി കൊടുത്തു എന്ന് പറയുന്നത്. ഫറൂഖ് കോളേജിന് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല. ഫറൂഖ് കോളേജ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന സ്ഥാപനമാണ്. ഫറൂഖ് കോളേജിന് വഖഫായി കിട്ടിയതാണെങ്കിൽ അവിടെ ഫറൂഖ് കോളേജ് തുടങ്ങുകയോ ഫറൂഖ് കോളേജിന്റെ വകയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ സാധു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരാൾ മാറ്റിവെക്കുന്നതാണ് വഖഫ്. വഖഫിന്റെ അർത്ഥം അതാണ്. ആ വഖഫ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ അയാളുടെ സ്വത്തുക്കൾ നീക്കിവെക്കുന്നതാണ്. ആ സ്വത്തുക്കൾ ആ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ വഖഫാണെങ്കിൽ ആ വഖഫ് എത്രമാത്രം? ആ വഖഫ് അന്ന് ഉണ്ടായിരുന്ന നിയമം എന്ത്? ഇന്ന് ഉള്ള വഖഫിലെ നിയമങ്ങൾ എന്ത്?
പിന്നീട് വന്ന നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം കൊടുക്കാൻ കഴിയുമോ? ഇതൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. കൂടാതെ അതിന്റെ അവകാശികൾ അത് പട്ടണങ്ങളുടെ കാലത്ത് ഭൂമി പതിച്ചു കിട്ടിയവരാണ് മുഴുവനും. ഈ ആളുകൾ ഇന്നുള്ള ഭൂമി കൈമാറ്റം ചെയ്തു പോയിട്ടുണ്ട്. അത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാങ്ങിയിട്ടുണ്ട്. അത് കൈവശം ഇരുന്നതാണ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു പ്രത്യേക കാലഘട്ടം ഒരു ഭൂമി കൈവശം വെച്ചാൽ കൈവശാവകാശം. അപ്പൊ ആ കൈവശാവകാശം എന്ന് പറയുന്നത് സ്ഥാപിക്കുമ്പോൾ അഡ്വേഴ്സ് പൊസഷൻ എന്ന നിയമത്തിൽ പറയും. അഡ്വേഴ്സ് പൊസഷൻ ഉള്ള ആളുകൾക്ക് ഇന്ന് തിരിച്ചതെടുക്കാൻ കഴിയുമോ? ഈ പണം കൊടുത്ത് വാങ്ങിച്ച ആളുകൾക്ക് ഭൂമി ആധാരം ചെയ്തു കൊടുത്ത ആളുകൾക്ക് ആ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥാവകാശം എന്താണ്? നമ്മളൊരു ഭൂമി വാങ്ങിച്ചു, ആ ഭൂമിക്ക് നമ്മൾ ആധാരം ചെയ്ത് സർക്കാർ ട്രാൻസ്ഫർ ചെയ്ത് തന്നു, രജിസ്റ്റർ ചെയ്ത് തന്നു. അത് പിന്നീട് അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇതിനകത്തെ നിയമപരമായ പ്രശ്നം. അപ്പോൾ വഖഫ് ഉണ്ടെങ്കിൽ ആ വഖഫ് നിയമപരമായി നിലനിൽക്കുന്നതാണ്. ആ കടൽ വെച്ച ഭൂമിയാണോ? കാരണം ലിത്തോ പ്ലാൻ ഉണ്ട് നമ്മുടെ ഈ സർവേക്ക്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അന്നത്തെ ഓഫീസിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ലിത്തോ പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ കിട്ടും. അതിൽ ഈ സർവേ നമ്പർ ഉണ്ടോ? കടൽ വെക്കുകയും കടൽ എടുക്കുകയും ചെയ്യുന്നത് കടലിന്റെ പ്രതിഭാസമാണ്. അപ്പൊ കടൽ വെച്ച സ്ഥലമാണെങ്കിൽ അതൊരു പുതുവയ്പ്പാണ്. അതാണ് ഗവൺമെന്റ് പതിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനൊരു മുൻ സമരം മുമ്പുണ്ടായിട്ടുണ്ട്. ആ സമരത്തിന്റെ പ്രത്യാഘാതം എന്നാണ് അന്ന് കിട്ടിയ ആളുകൾ കൈമാറ്റം ചെയ്തതാണ് ഇതിൽ ഭൂരിഭാഗം ഭൂമിയും. അന്ന് കൈമാറ്റം ചെയ്ത ആളുകളുടെ അനന്തരാവകാശികൾ ഈ സമരത്തിലുണ്ട്. അപ്പൊ ഈ സമരം വ്യത്യസ്തമായി കണ്ടുകൊണ്ട് ഗവൺമെന്റ് വളരെ വളരെ ഇപ്പോൾ ഈ ഗവൺമെന്റ് വളരെ വളരെ നിർബന്ധമായും ഇടപെട്ട് തീർക്കണം. ഇടപെടുവാനുള്ള സന്നദ്ധത ഗവൺമെന്റ് അറിയിച്ചു എന്നുള്ളത് ഒരു പുതിയ നല്ല കാര്യമാണ്. അതിൽ ബന്ധപ്പെട്ട കക്ഷികളെ അതുപോലെ മറ്റാളുകളെ ഉൾപ്പെടുത്തി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ ഒരു ജുഡീഷ്യൽ മെമ്പറെ ഉൾപ്പെടുത്തി ഉള്ള ഒരു കമ്മീഷൻ തന്നെ നിയമിച്ച് മുൻപത്തെ പ്രശ്നങ്ങൾ വർഗീയവത്കരിക്കാതെ അത് അത്തരത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുന്ന ദിവസം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഈ വഖഫും ദേവസ്വവും ഒക്കെ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വഖഫ് മാത്രമല്ല, പ്രസ് ക്ലബ്ബ്, തൃശ്ശൂരിലെ പ്രസ് ക്ലബിനെതിരായിട്ട് ഹൈക്കോടതി നിലനിൽക്കുന്ന കേസ് അറിയോ നിങ്ങൾക്ക്? അത് തൃശ്ശൂരിൽ നാം 60 വർഷമായി നടത്തി വരുന്ന പ്രസ് ക്ലബ്, നമുക്ക് ഗവൺമെന്റ് പതിച്ചു തന്ന ഭൂമി, ഗവൺമെന്റ് നമുക്ക് തന്നെടുത്ത് നമ്മൾ പണം പിരിച്ച് നമ്മൾ പണിത കെട്ടിടം ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് ഒരു കേസുണ്ട്. ഞാനാണ് ആ കേസ് നിങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നത്. ദേവസ്വം ബെഞ്ചിലാണ് ആ കേസ് നടക്കുന്നത്. അവിടെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥലം മുഴുവൻ അവിടുത്തെ ദേവസ്വത്തിൻ്റെതാണെന്നാണ് പറയുന്നത്. നിലക്കൽ ദേവസ്വത്തെ സംബന്ധിച്ച് നിലക്കൽ സമരം എന്തിനാണ് ഉണ്ടായത്? ചോറ്റാനിക്കരയിൽ ഇതുണ്ടാകുന്നില്ലേ? അപ്പൊ പല സ്ഥലങ്ങളിലും ദേവസ്വത്തിൻ്റെയും ഒക്കെ പേരിൽ സമരങ്ങളുണ്ടാകുന്നുണ്ട്. ആ സമരങ്ങളെ സംബന്ധിച്ച് ആ സമരങ്ങളുടെ നേരെ അനുവർത്തിക്കേണ്ട നയം എന്താണ്? പ്രസ് ക്ലബ്ബ് തന്നെ എടുക്കുക. നിങ്ങളുടെ പ്രശ്നത്തെ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കാശ് മുടക്കി നിങ്ങൾക്ക് ഗവൺമെന്റ് പതിച്ചു തന്ന് നിങ്ങൾ അതിന് ടാക്സ് അടക്കാൻ പോയതിനാണ് വിനീത ക്രിമിനൽ കേസ് പ്രതിയായത്. മുൻ പ്രസിഡന്റ് പത്രപ്രവർത്തക യൂണിയന്റെ മുൻ പ്രസിഡന്റ് വിനീതയ്ക്കെതിരായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കള്ളത്തരത്തിൽ നികുതി അടക്കാൻ പോയി എന്ന് പറഞ്ഞു, ദേവസ്വം ഭൂമിയാണ് എന്ന് പറഞ്ഞു. ഇത് ആര് കുത്തിപ്പൊക്കുന്നു? അപ്പൊ ദേവസ്വം ഭൂമിയെന്നും വഖഫ് ഭൂമിയെന്നും ഒക്കെ പറഞ്ഞുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി നാം വിശ്വസിക്കുന്ന കൈവശക്കാരന്, ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആൾ, ആവാസിക്ക് അവിടെ താമസിക്കുന്നവന്, അതുപോലെ ഭൂമി കുടികിടപ്പുകാരന്, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയ ചേരിതിരിവ് ഉണ്ടായാൽ അത് ഈ രാജ്യത്ത് വളരെയേറെ അസ്വാസ്ഥ്യങ്ങൾ ജനിപ്പിക്കുവാനിടയാകും. ഇതിന് പിന്നിൽ ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് ശുഭോദർക്കമായ ചില സൂചനകൾ കിട്ടി. ഇന്നലെ ബിഷപ്പുമാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഒക്കെ തമ്മിൽ കണ്ടു. മുസ്ലിം ലീഗ് ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കി, അവരെ ഇതിനെ സംബന്ധിച്ചുള്ള ഉയർത്തുന്ന നിലപാട് വ്യക്തമാക്കി. പക്ഷേ മുൻപ് സമരത്തിൽ 1960 സമരങ്ങളിൽ പങ്കെടുക്കാനും അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താനും അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കാനും
വിട്ടയപ്പിക്കാനും അവിടുത്തെ യോഗങ്ങളിൽ പോയി സംസാരിക്കാനും അവിടുത്തെ ആളുകളുടെ കേസ് കോടതിയിൽ നടത്തി ഒരു ക്രിമിനൽ കേസെങ്കിലും ഞാൻ നടത്തിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് 67 അതിന് ഉള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് നടത്താനുമൊക്കെ അന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അതാണ് മുനമ്പം കേസിനെ സംബന്ധിച്ച് എനിക്കുള്ള പശ്ചാത്തലം. കൊടുത്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുള്ള ഒരു പ്രക്രിയ, ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് കിട്ടിയതാണ്. സർക്കാർ നിയോഗിച്ച ഒരു ഔദ്യോഗിക ലീഗൽ വാലിഡിറ്റിയുള്ള കമ്മീഷൻ ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് അതൊരു പുതിയ സാഹചര്യം വന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ലീഗൽ കോംപ്ലിക്കേഷൻ, അതായത് ഒരു ഗവൺമെന്റ് റവന്യൂ അവകാശം അല്ലെങ്കിൽ ഭൂമി പതിച്ച് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം കൊടുക്കുന്ന ഭൂമി വേറൊരു സർക്കാരിന്റെ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷൻ അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ലീഗൽ കോംപ്ലിക്കേഷനെ ആണ് ഇപ്പോൾ അതിനൊരു പുതിയ അതിനെ ഈ രണ്ടും ലീഗലാണ്. മുമ്പത്തെ സർക്കാരിന്റെ ലീഗൽ നടപടികളാണ്, ഇപ്പോൾ പിന്നീട് വന്ന നിസാർ കമ്മീഷന്റെയും നിയമപരമായ നടപടികളാണ്. ഈ ലീഗൽ കോംപ്ലിക്കേഷൻ എങ്ങനെ ഒരു പുതിയ കമ്മീഷൻ നിയമിച്ച് ഇന്നത്തെ ഈ സാഹചര്യങ്ങൾ മുഴുവൻ പഠിച്ച് പുതിയ വഖഫ് ഓർ നോട്ട് ഒരു ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും മൂട്ട് ഔട്ട് ചെയ്യണം. വാട്ട് ആർ ദ റൈറ്റ്സ് അണ്ടർ ദ സിവിൽ ലോ ഫോർ ദ പീപ്പിൾ ഹു ഓക്യുപ്പൈ ഇറ്റ് ആൻഡ് ദ റൈറ്റ് ഓഫ് ദോസ് പീപ്പിൾ കനോട്ട് ബി ഡിനൈഡ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് ഒരു പുതിയ കമ്മീഷനെ ജില്ലാ ജഡ്ജിയുടെ പദവിയിൽ കുറയാത്ത ഒരാൾ നിയമിച്ച് അന്വേഷണം നടത്തണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ലീഗാലിറ്റി നോക്കണം. അല്ല, അത് നിയമപരമായി തെറ്റാണെങ്കിൽ പോകണ്ടേ? അത് അപ്പോൾ തെറ്റെങ്ങനെ കണ്ടുപിടിക്കും? ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം നോക്കുക. പിന്നെയും കൈമാറ്റം ചെയ്തു കുറേ ആളുകൾ, കുറേ ഭൂമി പുതിയ കുറേ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്, പഴയ കുറേ ആളുകളുണ്ട്. ആദ്യത്തെ പിന്നെ അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ, ഇത് സർവേ ചെയ്യണ്ടേ ഈ ഭൂമി? ഇത് ഒരു റീസർവേ നടന്നിട്ടുണ്ടോ? ഞാനിപ്പം പോയി കണ്ടു. ഇപ്പോൾ പോയി കാണുമ്പോൾ കൽമതിൽ കെട്ടി മനോഹരമായ സ്ഥലം, കടലിൽ ഭിത്തി കെട്ടി കോടിക്കണക്കിന് രൂപ മുടക്കി ഭിത്തി കെട്ടി കടൽ കയറാതെ കണ്ട് ഇട്ടിരിക്കുന്ന സ്ഥലം. അന്ന് ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ള സ്ഥലം ഒഴുക്കൻ കടൽ ഭൂമി, കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ തിര ഇങ്ങോട്ട് അടിച്ചു കയറും. അതിൽ 4 അടി വെള്ളം 5 അടി വെള്ളം വരെ ഉള്ളിടത്ത് ഇറങ്ങിയാണ് ഈ സ്ത്രീകളൊന്ന് സമരം ചെയ്തിരുന്നത്. അപ്പോൾ അറസ്റ്റ് വരികയൊക്കെ ചെയ്തിരുന്നത് ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട്. ആ സ്ഥലത്ത് ഇപ്പോൾ കാണാൻ ആ സ്ഥലത്താണോ അതിനിപ്പുറത്താണോ നമ്മുടെ സർക്കാരിന് തന്നെ കാശ് മുടക്കി എന്ത് ചെയ്തിരിക്കുന്നത്? കൽമതിൽ കെട്ടിയിട്ടുണ്ട്. അവിടെ പുതിയ ഇത് വന്ന് കൃഷി തെങ്ങുകൾ കാണുന്നുണ്ട്, പുതിയ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്താ വേണ്ടേ? അവിടെ കംപ്ലീറ്റ് ആയിട്ട് റീസർവേ നടത്തണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും, പട്ടണാനുകളുടെ കാലത്തെ സംബന്ധിച്ചും നിസാർ കമ്മിറ്റിയുടെ കാലത്തെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വസ്തുതാ പഠനം നടത്തണം. ആ വസ്തുതാ പഠനം നടത്തുമ്പോൾ അതെന്ത് വേണം? അതൊരു ജുഡീഷ്യൽ കമ്മീഷനായിരിക്കണം. ഒരു സർക്കാരിൻ്റെ ഒരു ഡെപ്യൂട്ടി കളക്ടറോ അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥനോ നടത്തിയാൽ പോരാ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ എൻ്റെ ഒരു സോഷ്യലിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ ആ സമരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് കൊണ്ട് എനിക്കുള്ള വൈകാരികമായ ബന്ധവും ഈ പാവപ്പെട്ടവനോടുള്ള എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ മത്സ്യത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും കൊണ്ട് പറയുന്നത്, മറിച്ച് അതിനെ ജുഡീഷ്യലായിട്ട് അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് എല്ലാം അതിനകത്ത് വരും, എല്ലാ കാര്യങ്ങളും. വെദർ ഇറ്റ് ഈസ് എ വഖഫ്, അതോടെ ഇത് ഫറൂഖ് കോളേജ് തന്നെ അതിനെ അവകാശപ്പെടുന്നത് ഈ വഖഫ് എന്ന് പറയുന്ന അന്നത്തെ ഡെഫിനിഷനിലിരുന്ന വഖഫാണോ, പിന്നീട് ആ ഡെഫിനിഷൻ മാറിയിട്ടുണ്ട്. വഖഫ് എന്നുള്ളതിൻ്റെ ആദ്യകാല മീനിങ് എന്താണ്? ദാനം ചെയ്ത ഭൂമി. ആ ദാനം എന്തിനു വേണ്ടി കൊടുക്കുന്നു? ഒരു വലിയ മഹത്തായ മാനവ സേവനത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് വഖഫ്. അങ്ങനെ കൊടുത്തപ്പോൾ എന്ത് മാനവ സേവനമാണ് അവിടെ ചെയ്തത്? പ്രശ്നമല്ലേ? അന്വേഷിക്കണ്ടേ? മാനവ സേവനം എന്താണ്? അന്വേഷിക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ഒരു ജുഡീഷ്യൽ കമ്മീഷൻ. ഇറ്റ് ഷുഡ് ബി നോട്ട് എ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷൻ. ഇവിടെ ഇപ്പോൾ വളരെ വ്യക്തമല്ലേ രണ്ട് കാര്യങ്ങൾ. VS അച്യുതാനന്ദൻ്റെ കാലത്തുണ്ടായ നിസാർ കമ്മിറ്റി, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിസാർ കമ്മിറ്റി റിപ്പോർട്ടും പട്ടണങ്ങളുടെ കാലത്തുണ്ടായ ഭൂമി പതിച്ചു കൊടുത്തതും ഇന്ന് അവിടെ കൈമാറ്റം ചെയ്തിട്ടുള്ള മുഴുവൻ ഭൂമിക്കും നിയമപരമായ
ബാക്കിംഗ്, അതായത് ദാറ്റ് ബിലോങ്സ് ടു ദം. അവർക്ക് ആധാരം, ആ ആധാരം വാങ്ങുന്നതിന് രജിസ്റ്റർ കച്ചേരിയിൽ ഫീസ് വാങ്ങിച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ലീഗൽ ആക്ഷൻ ആണല്ലോ. അപ്പം ഇത് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അന്വേഷിക്കണം. അപ്പോഴേ ഇതിപ്പോൾ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ഇല്ലേ? ഇതാണ് എൻ്റെ അഭിപ്രായം. അവർ ചിന്തിക്കട്ടെ, ബന്ധപ്പെട്ട ആളുകൾ ചിന്തിക്കട്ടെ. ഈ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. വാട്ട് യു ഹാവ് സെഡ് ഈസ് കറക്റ്റ്. അതായത് നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് അവിടെ കൂടുതൽ ഈ വഖഫ് പുനർജീവിക്കുന്നതിന് തന്നെ കാര്യമായത്. കറക്റ്റാണത്. കാരണം വെച്ച് കഴിഞ്ഞിരുന്നാൽ ഞാൻ അതിനകത്ത് 4 റെഫറൻസ് കണ്ടു, എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കടലാസ്. ആദ്യത്തെ 4 കാര്യങ്ങൾ എഴുതുന്നത് എന്താണെന്നുള്ളത് അതിൽ ഇത് വരുന്നില്ല. ഈ വഖഫ് എന്നതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളില്ല. ദാനം അന്ന് സമരം ചെയ്തപ്പോൾ വിളിക്കുന്നത് ഈ അന്നത്തെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്ന മുദ്രാവാക്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന് കൊച്ചുവറി എന്ന് പറയുന്ന പാട്ടക്കാരനെതിരായിട്ട്, മറ്റേത് ആർക്കെതിരായിട്ട്? ഈ ഫറൂഖ് കോളേജിനെതിരായിട്ട്. ഇതിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഞാൻ ഇവിടെ കേട്ടിരുന്നത്. കൊച്ചുവരീന്ന് പാട്ടം കൊടുക്കാൻ പാടുണ്ടോ? ഫറൂഖ് കോളേജിന്റെ ചുമതല എന്താ? അവിടെ ഒരു കോളേജ് തുടങ്ങണം. അവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് എങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? ഒരു പ്രൈമറി സ്കൂൾ തുടങ്ങിയിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ സൊസൈറ്റി അല്ലേ ഫറൂഖ് കോളേജ്? അപ്പോൾ ആ ഉദ്ദേശം നടന്നിട്ടുണ്ടോ? ആ ഉദ്ദേശം നടന്നിട്ടില്ലെന്നവരിൽ ഈ ദൈവികമായ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന വഖഫാണോ? പുതിയ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. അതെ, അതിനകത്ത് അവരെ കേൾക്കണം. അത് വരുമോ എന്ന് നോക്കണം. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കണ്ട പോലെ ഒരു വാദഗതി ഫറൂഖ് കോളേജിന് ഇപ്പോഴില്ലല്ലോ. ഇപ്പോൾ വാദഗതി ആർക്കാ ഉള്ളത്? 2 ന്യൂനപക്ഷങ്ങൾ തമ്മിൽ, ക്രിസ്ത്യൻ സഭയും മുസ്ലിം സമുദായവും തമ്മിലുള്ളൊരു ഒരു വൈരുദ്ധ്യ ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ അഭിപ്രായ അനൈക്യത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ആ സമരത്തെ കൊണ്ടുപോകുന്നതല്ലേ നമ്മൾ കാണുന്നത്. അതല്ലേ നമ്മൾ തടയേണ്ടത്. അത് നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന വീഴ്ചകൾ ഭയങ്കരമായിരിക്കില്ലേ? ഇല്ലേ? അത് 2 കൂട്ടരും ചെയ്യുന്ന തെറ്റല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്, ദേവസ്വം ഭൂമിയെക്കുറിച്ച് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ദേവസ്വം ഭൂമിയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ടാൽ അതെടുത്തുകൊണ്ട് നിലയ്ക്കൽ സമരം തുടങ്ങി വീണ്ടും ഇതുണ്ടാവും. നിലയ്ക്കൽ പ്രശ്നം വന്നല്ലോ, അത് ഇതല്ലേ? എന്ത് പ്രശ്നമാണത്? അത് ഒരു ഇതുപോലുള്ള പ്രശ്നമല്ലേ? ദേവസ്വം ഭൂമികളുടെ അമ്പലത്തിൻ്റെ അല്ലേ? അവിടെ അല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? അപ്പോൾ ഇതെല്ലാം ഒരേ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നത് രാജ്യത്തിൻ്റെ മൗലികമായ വളർച്ചയ്ക്ക്, അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് സഹായകരമായി തീരുമോ? അന്വേഷിക്കേണ്ടതാണ്. നമുക്കിതിനകത്തൊരു റോഡില്ലേ? നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. നമ്മൾ പത്രപ്രവർത്തകർക്ക് ഒരു ചുമതലയുണ്ട്. ഇത് വർഗീയവത്കരിക്കപ്പെട്ടു പോകരുത്. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. ഈ വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞ ഈ പ്രാവശ്യത്തെ ഫ്രണ്ട് ലൈൻ വായിച്ച് നോക്കിയാൽ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്, വഖഫ് എന്ന് പറയുന്നതിനെ ഒരാൾ ആരോ ചിത്രീകരിക്കുന്നത് റെയിൽവേക്കാളും ആർമിയെക്കാളും ഒക്കെ കൂടുതൽ ഭൂമികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് വഖഫ് എന്നൊക്കെ പറഞ്ഞ് ഞാനത് എഴുതിയിട്ടുണ്ട്. ഒരാൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ. ഞാൻ പറഞ്ഞു, എത്ര പെട്ടെന്നാണ് ഇതൊക്കെ വേറൊരു തലത്തിലേക്ക് ഇത് വഴുതി പോകാൻ ഇടയാകുക. അത് വഴുതി പോകാൻ അനുവദിക്കരുത്. നമുക്കൊരു ഇക്വിലിബ്രിയം ഉണ്ട് നമ്മുടെ സമൂഹത്തിന്. ആ ഇക്വിലിബ്രിയം മതസൗഹാർദ്ദമാണ്. ആ മതസൗഹാർദ്ദം തളർക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ദേവസ്വം ഭൂമിയെക്കുറിച്ച് വന്ന നമ്മുടെ പ്രശ്നം, നമ്മുടെ പത്രക്കാരുടെ പ്രശ്നം, അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഇതിനെതിരായിട്ട് ആരെങ്കിലും അങ്ങനത്തെ കേസുകൾ കൊടുത്തുന്ന നമുക്കത് ഏറ്റെടുത്ത് നടത്താൻ പറ്റുമോ? നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? ഇതെന്ത് പ്രശ്നം? നിങ്ങൾ ആ കേസ് വായിച്ചു നോക്കുമ്പോൾ അറിയാതെ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത്. നമുക്ക് പാടില്ല എന്നാണ് പറയുന്നത്. ഏജന്റിനോട് ചോദിച്ചു ചോദ്യം, am I not sitting here to safeguard the interest of the ദേവസ്വം so that they will have to income? അപ്പോൾ ഞാൻ പറഞ്ഞു, ദേവസ്വത്തിന് തന്നെ അവകാശമില്ലാത്ത കാര്യം. ദേവസ്വം തന്നെ അവരുടെ ലിസ്റ്റിൽ ഇത് ദേവസ്വം ഭൂമിയായി അവകാശപ്പെടാത്ത സ്ഥലം ദേവസ്വത്തിൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മുടെ പത്രപ്രവർത്തക യൂണിയൻ്റെ ഓഫീസ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റി ദേവസ്വത്തിന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് പൊതു താല്പര്യത്തിൻ്റെ പേരിൽ ഹർജി ഫയൽ ചെയ്യുന്നു. ഇവിടെ അത് തന്നെയല്ലേ? ഒരു പക്ഷേ അടിസ്ഥാനപരമായി അന്വേഷിക്കുമ്പോൾ ഫറൂഖ് കോളേജ് ഒരു
എന്നാ ഒരു കുട്ടികളെ ഇരുത്തുന്ന ഒരു കിൻഡർ ഗാർഡൻ പോലും നടത്താത്ത ഒരു സ്ഥലം. അങ്ങനെ രാജാവ് ആയില്യം രാജാവ് കൊടുത്തു, അത് കഴിഞ്ഞ് സേട്ടിന് കിട്ടി. സേട്ട് കൊടുക്കുമ്പോൾ സേട്ട് കൊടുത്തതിൻ്റെ കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ട് കൊടുത്തു, ഇത് അന്വേഷിക്കണ്ടേ? നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അതൊരു മുൻകാല പ്രാബല്യമല്ലേ ആ വരുന്ന ഉണ്ടാവേണ്ടത്. അതിന് പിൻകാല പ്രാബല്യം കൊടുക്കുമ്പോൾ അന്ന് നിലനിന്നിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചല്ലേ അന്വേഷിക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. അന്ന് നിലനിന്ന സാഹചര്യം എനിക്ക് എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം 60-ലെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. 60-കളിൽ ഞാൻ കേട്ട മുദ്രാവാക്യങ്ങളും 60-ൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പങ്കാളികളും അല്ലെങ്കിൽ അത് ഒരു ഓർത്തുകൊണ്ടാണ്. മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിമുകളുണ്ടായിരുന്നു. മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു ഞാൻ പറയില്ല, മുസ്ലിമുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഡിവൈഡ് വരുത്താൻ ഉപയോഗിക്കരുത്. ദാറ്റ് ഈസ് മൈ കോൾ, ദാറ്റ് ഈസ് മൈ ഇൻറ്റൻഷൻ. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദാറ്റ് പർപ്പസ്. എന്താ പിന്നെ അവിടെ ഉണ്ടവിടെ ഉണ്ടല്ലോ. അന്ന് അവർക്ക് വഴക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ തമ്പാൻ തോമസോടെ സമരത്തിന് പോകുന്നത്. തമ്പാൻ തോമസ് അല്ലേ? അതുകൊണ്ടല്ലേ അന്നത്തെ ആളുകൾ ഞങ്ങൾ ജാതിയൊന്നും നോക്കാതെ കൊണ്ട് സോഷ്യലിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തൊപ്പിയും വെച്ച് അവിടെ സമരം ചെയ്ത്. അന്ന് ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സത്യവ്രതൻ ഉണ്ടായിരുന്നു. അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അയാൾ. ഞാൻ ബിനോയ് വിശ്വത്തോട് പറഞ്ഞു, ഈ വാസ് ദ പ്രസിഡന്റ് ആ പഞ്ചായത്തിൻ്റെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഫ്രാൻസിസ് വൈദ്യർ PSPയുടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടു അയാൾ മരിക്കുന്നവരെ. അയാൾക്ക് അത്രയും സ്വാധീനം ഇവിടെ ഉണ്ടായി. അയാൾ ക്രിസ്ത്യാനിയല്ലേ? അയാൾ ആ വാർഡിൽ നിന്ന് സ്ഥിരം തിരഞ്ഞെടുക്കുമായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ട്, ഫ്രാൻസിസ് വൈദ്യരെ. അപ്പോൾ അന്ന് ജാതി കണ്ടില്ല ഇവിടെ ഞങ്ങൾ. ഇപ്പം ജാതി കാണുന്നു. അന്നിവിടെ ഞാൻ പറഞ്ഞ ഭൂസമരം, തൊഴിലാളിയുടെ സമരം, അങ്ങനെയാണ് അതിനെ കണ്ടത്. ഹിന്ദു കുടുംബങ്ങളിൽ സഹകരിച്ചിരുന്നു. പക്ഷെ അത് ഉണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു കുടുംബങ്ങൾ എന്ന് പറയുന്ന ഈ പറയുന്ന ലൊക്കാലിറ്റിക്കകത്ത് അധികം വരുന്നില്ല. 615 ഞാൻ നോക്കിയില്ല, അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഹിന്ദു കുടുംബങ്ങളെന്ന് ഞാൻ പറയുന്നത് ഹിന്ദു കുടുംബങ്ങൾ അങ്ങനെയല്ല അവിടെ നടക്കുന്നത്. ഹിന്ദു കുടുംബങ്ങൾ ഇന്നിപ്പോൾ ഞാൻ പറയാം, അതെ അതിനെ ഡിവൈഡ് ചെയ്യാമല്ലോ. അതിൻ്റെ ഇൻറ്റൻഷൻ വരില്ല. എപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നത് സഭയുടെ ആളുകൾ, മത്തരന്മാരെല്ലാവരും വരുന്നൊരു വശത്ത് അവർ പ്രസംഗിക്കുന്നു. വേറെ മറ്റവരവിടെ വരുന്നില്ലല്ലോ. വേറെ ഒരു വിഭാഗം, മുസ്ലിം വിഭാഗം ഒന്നും അവിടെ യോഗത്തിനോ അതിനോ അവരിപ്പോൾ ഇതിനോട് സഹകരിക്കാമെന്നല്ലേ പറയുന്നത്. സമരരംഗത്ത് കൂടുതലും ഈ തൊഴിലാളികളെയാണ് നമ്മളവിടെ കാണുന്നത്. അല്ലാതെ ഒരു സഭാ നേതൃത്വം എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഇതാകുന്നതാണ്. അതിൽ അങ്ങനെ ഒരു ഇത് നമ്മൾ കാണാനില്ല അവിടെ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞത്തൊക്കെ ഉള്ള പോലെ അല്ല, ലത്തീൻ വിഭാഗത്തിൻ്റെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ആധിപത്യമാണ് അവിടെ പൊതുവെ. അതെങ്ങനെ ചെറായിലാണ്, അത് ചെറായി ഭാഗത്താണ്. ഇവിടെ ഇതിനകത്ത് ഈ മൊനമ്പം എന്ന് പറയുന്ന ആ വാർഡിൽ അങ്ങനെ ഒരു ഇതില്ല. ചെറായിൽ ദേവസ്വം നടയിലാണല്ലോ അവരുടെ യോഗങ്ങളൊക്കെ കൂടുതൽ നടക്കുക. അവിടെയാണ് യോഗങ്ങളൊക്കെ നടത്താറ്. പിന്നെ അവിടെ ഇപ്പോൾ ഈ സമരത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അധിനിവേശമല്ലേ ഉള്ള കൂടുതൽ. അന്നുണ്ടായിരുന്നു, PSPക്കാരുടെ കാലത്തുണ്ടായിരുന്നു. അന്ന് പറവൂരിൽ നിന്ന് NS മേനോൻ, ഞാനിപ്പോഴും അവരുടെ പേരുകളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പപ്പർജി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ അവിടുത്തെ PSPക്കാരായിരുന്നു. അപ്പുച്ചേട്ടൻ, ഇവരൊക്കെ വരുമായിരുന്നു സമരം. കാരണം അതൊരു പൊളിറ്റിക്കൽ ആംഗിളിലുള്ള സമരമായിരുന്നു. അപ്പോൾ പറവൂരുള്ള PSPക്കാർ നല്ലൊരു ശതമാനം ഹിന്ദുക്കളാണ്. നല്ലതല്ല, മിക്കവാറും എല്ലാവരും ഒക്കെ ഹിന്ദുക്കളാണ്. അവിടുത്തെ കാൻഡിഡേറ്റ് ആയിരുന്ന രാമമേനോൻ ഒക്കെ ഉണ്ട്, അവരൊക്കെ വരുമായിരുന്നു. ആധാരപ്രകാരം നമുക്ക് പട്ടയം കിട്ടുന്നു, നമ്മൾ കൈവശം വരുന്നു.
അതെ. ഇതിപ്പം മുൻപത്തെ വേറൊരു വിഷയമാണ്. പക്ഷെ വഖഫിലായാലും ഇതുപോലെ കുടിയാക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിയമം പോലെ ഇങ്ങനെ തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. അവരെ സംരക്ഷിക്കേണ്ട ഒരു നിയമം ഉണ്ടാക്കേണ്ട അനിവാര്യതയാണ്. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിൽ ഡിവൈഡ് ഉണ്ടാക്കത്തക്ക രീതിയിലാവരുത്. നമുക്കിവിടെ ഒരു മതേതരത്വ സ്വഭാവമുണ്ട്. നമ്മളിവിടെ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഇടയിൽ വന്നിട്ടില്ല. നമ്മൾ അത് ക്രോഡീകരിച്ചുകൊണ്ട് പോകുന്നതിന് വിഘാതമായി വരുന്ന ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. അത് മതത്തിന്റെ അല്ലല്ലോ വരും. ഈ ഇങ്ങനെ ദൈവാവകാശം വന്നവരില് എല്ലാ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരുണ്ടല്ലോ, അവർക്കെല്ലാം അത് സ്വാഭാവികമായിട്ട് ആ ഒരു ജനതയെ സംരക്ഷിക്കപ്പെടേ വേണം. തീർച്ചയായിട്ടും അതിൽ ഇസ്ലാം വിഭാഗത്തിലുള്ളവർ ചിലപ്പം ഹിന്ദു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുവിൻ്റെയും സംരക്ഷിക്കുന്ന യാതൊരു സംശയമാണ്. ആ ഒരു മനുഷ്യത്വമായിട്ട് അവര് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംവിധാനം ഉണ്ടാവുള്ളൂ. അത് തീർച്ചയായിട്ടും അത് യാതൊരു എതിർപ്പുമില്ല. അങ്ങനെ തന്നെ വേണം. പക്ഷെ അതിനെ ഡിവൈഡായിട്ട് വരുത്തരുതെന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഐ അഗ്രി വിത്ത് യുവർ സജഷൻ. തീർച്ചയായിട്ടും. അപ്പൊ ഈ നമ്മുടെ കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു ഭൂമിയുടെ സമരമായിട്ട് പോലും ഇതിന് ആ ഒരു സമൂഹത്തിൽ പിന്തുണ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതൊരു നിഷേധാത്മക നിലപാടാണ്. അത് പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ നിഷേധാത്മകം ആണോ? അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് മറ്റ് ചില തിരക്കുകളൊക്കെ ഉണ്ടായിരുന്ന ആ പാർട്ടികൾക്ക് ഇപ്പോൾ ഈ ഇലക്ഷനും ഇവിടെ ഇത് വരുന്ന വിധത്തിലുള്ളതായിരിക്കാം. അതിനേക്കാൾ അത് പിന്തുണ കൊടുക്കുക എന്നുള്ളതല്ല, അവർ ഇടപെട്ട് അത് തീർക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇടപെടാൻ തയ്യാറായിട്ടുണ്ടല്ലോ. ഇപ്പോൾ നടക്കുന്നത് സ്വാഗതാർഹമാണ്. ഇപ്പോൾ മുൻകൈ എടുത്ത് അത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ശുപാർശകൾ നടത്തുകയും ഇപ്പം തന്നെ ആ സ്ഥലത്ത് പോയി മുസ്ലിം ലീഗിലെ നേതാക്കൾ സന്ദർശിക്കുകയും കേരള ഗവൺമെൻറ് മുൻകൈ എടുത്ത് ചർച്ചകൾ നടത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സ്വാഗതം.